ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. 4th സെമ്മിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാൻ സയൻസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സെക്ഷൻ എയിൽ 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം അല്ലേ? ഇതിൻ്റെ സീലിംഗ് എത്രയാണ് വരുന്നത്? മാക്സിമം നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടുന്ന മാർക്ക് 20 മാർക്കാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ബഫർ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബയോഫിസിക്സിൽ വരുന്നൊരു പോർഷനാണ്. എന്താണ് ബഫർ എന്നുള്ളത് ബയോഫിസിക്സിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്? ഇത് ബയോസ്റ്റാറ്റിയിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, മൈക്രോ ടെക്നിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ മാസറേഷൻ, അതും മൈക്രോ ടെക്നിക്കിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ദ യൂസ് ഓഫ് കളറിമീറ്റർ ഇൻ ബയോളജിക്കൽ സ്റ്റഡീസ്, ഇത് ബയോഫിസിക്സിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. കമൻറ്റ് ഓൺ NCBI, ഇത് സയൻറ്റിഫിക് മെത്തഡോളജിയിൽ വരുന്നൊരു പോർഷനാണ്. ഇനി ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, അത് ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. വാട്ട് ഈസ് വേരിയൻസ്, അതും ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. ഡിഫൈൻ മൊളാരിറ്റി, അത് ബയോഫിസിക്സിൽ വരുന്നതാണ്. കമൻറ്റ് ഓൺ വൈറ്റൽ സ്റ്റെയിനിങ് മൈക്രോ ടെക്നിക്കിൽ വരുന്നതാണ്. വാട്ട് ഈസ് മീൻ ബൈ RF വാല്യൂ, അത് മൈക്രോ ടെക്നിക്കിൽ വരുന്നതാണ്. വാട്ട് ഈസ് ഇമ്പാക്റ്റ് ഫാക്ടർ, അത് ഇതിൽ വരുന്നതാണ്, സയൻറ്റിഫിക് മെത്തഡോളജിയിൽ വരുന്നതാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. നേരത്തെ പാറ്റേൺ പോലെ NCBI എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഫാക്ടറും സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് വന്നു. ഇനി നമുക്ക് ബയോസ്റ്റാറ്റി നോക്കാം. ബയോസ്റ്റാറ്റിയിൽ നിന്ന് എനിക്കൊന്ന് 3 ക്വസ്റ്റ്യനാണ് ബയോസ്റ്റാറ്റിയിൽ അല്ലേ? ബയോസ്റ്റാറ്റി നോക്കാം. നൾ ഹൈപ്പോത്തസിസ് ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, അതും ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. വേരിയൻസ്, അത് ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ബയോസ്റ്റാറ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റിൽ നിന്നാണ്. ഇനി അടുത്ത പോർഷൻ നോക്കാം. ഇനി ഏതാണ് നമുക്ക്? ഓക്കെ, ബഫേഴ്സ്, അത് ബയോഫിസിക്സ് ആണ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, അതും ബയോഫിസിക്സ് ആണ്. കളറിമീറ്റർ ബയോഫിസിക്സ് ആണ്. മൊളാരിറ്റി ബയോഫിസിക്സ് ആണ്. അപ്പോൾ നമുക്ക് 1, 2, 3 and 4 ബയോഫിസിക്സ് 4 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇനി മൈക്രോ ടെക്നിക്ക് എന്ന് ഏതൊക്കെയാണ്? മാസറേഷൻ, ഓക്കെ, മാസറേഷൻ മൈക്രോ ടെക്നിക്ക് എന്നാണ്. അതുപോലെ തന്നെ വൈറ്റൽ സ്റ്റെയിനിങ്, അത് മൈക്രോ ടെക്നിക്കിൽ വരുന്നൊരു പോർഷനാണ്. RF വാല്യൂ, അതും മൈക്രോ ടെക്നിക്കിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് 3 ക്വസ്റ്റ്യനാണല്ലോ വരുന്നത്. നാല് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്നാണ്. 3 ക്വസ്റ്റ്യൻ ആണ് ബയോസ്റ്റാറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബയോഫിസിക്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൈക്രോ ടെക്നിക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഡാറ്റ ഇൻ്റർപ്രട്ടേഷൻ, അത് വരുന്നത് ബയോസ്റ്റാറ്റിയിലാണ്.
കോമൺ ഫിക്സേറ്റീവ്സ് ആൻഡ് ദെയർ പ്രിപ്പറേഷൻ, ബയോഫിസിക്സ് അല്ല മൈക്രോ ടെക്നിക്കാണ് എന്ത് ആ ഒരു ഫിക്സേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്സ്, സയൻറ്റിഫിക് മെത്തേഡിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്, അത് സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് വരുന്നതാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ, പ്രിൻസിപ്പിൾസ് ആൻഡ് വർക്കിംഗ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ വിത്ത് ഡയഗ്രാംസ് ബയോഫിസിക്സ് ആണ്. അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി വിത്ത് ഡയഗ്രാംസ്, എക്സ്പ്ലെയിൻ അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി വിത്ത് ഡയഗ്രാംസ്, അതും എന്താണ് ബയോഫിസിക്സ് ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ബയോസ്റ്റാറ്റി ആണ്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, വർക്കിംഗ് ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അത് മൈക്രോ ടെക്നിക്ക് എന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജി എന്നാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ സയൻറ്റിഫിക് മെത്തഡോളജി എന്നാണ്. പിന്നെ സ്റ്റാറ്റീന്ന് 2 ക്വസ്റ്റ്യനാണ് സ്റ്റാറ്റീന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ബയോഫിസിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൈക്രോ ടെക്നിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിട്ടുള്ളത്. ഓക്കെ, സെയിം അതിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ് ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും, ബാക്കി എല്ലാത്തൊന്നും രണ്ട് ക്വസ്റ്റ്യൻസാണ്. 5 മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്നത് 10 മാർക്കിൻ്റെ സെക്ഷനാണ്. 10 മാർക്കിൻ്റെ സെക്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ, അതിൻ്റെ വർക്കിങ്ങും അപ്ലിക്കേഷനും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് വരുന്നത് ഏതിലാണ്? ബയോഫിസിക്സിൽ വരുന്നതാണ്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് നോട്ട് ഓൺ റിഗ്രഷൻ അനാലിസിസ്, അത് ബയോസ്റ്റാറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ബയോഫിസിക്സെന്നും ഒരു ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബയോഫിസിക്സിനും ബയോസ്റ്റാറ്റിക്കുമാണ് ഇതിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി ഉള്ളത് അല്ലേ. അതിൽ തന്നെ ഇതിനാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി, ബയോഫിസിക്സിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ബയോഫിസിക്സ് എന്ന് നമുക്കറിയാം 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു, 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ വന്നു, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ബയോഫിസിക്സ് എന്നാണ് വന്നത്. അപ്പോൾ അത്രയും വെയിറ്റേജ് എന്തിനു കൊടുക്കണം? നമ്മൾ ബയോഫിസിക്സിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോർഷൻ എന്നുള്ള വീഡിയോ ചെയ്യാം. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.